2025 മാർച്ചിലെ SSLC THSLC പരീക്ഷകളുടെ ഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. കേരളത്തിലും ലക്ഷദ്വീപിലും 4,27,020 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. SSLC പ്രൈമറി വിഭാഗത്തിൽ 74 പേർ പരീക്ഷ എഴുതി. കേരളത്തിലെ 48 സെന്ററുകളിലായി 3057 വിദ്യാർത്ഥികൾ THSLC പരീക്ഷ എഴുതി. കേരള കലാമണ്ഡലത്തിൽ 66 വിദ്യാർത്ഥികൾ AHSLC പരീക്ഷ എഴുതി. 2025 മാർച്ച് 3 മുതൽ മാർച്ച് 26 വരെ പരീക്ഷ നടത്തുകയും ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ 72 ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം 3 മുതൽ 26 വരെയുള്ള 14 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചു. ആകെ 9,851 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളായത്. തുടർന്ന് പരീക്ഷാഫലം പ്രോസസിംഗ് നടപടികൾ പൂർത്തിയായി ഫലം പ്രഖ്യാപിക്കുകയാണ്. പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പരീക്ഷാ കമ്മീഷനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാഭവൻ ജീവനക്കാരെയും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ ഓഫീസർമാർ, പ്രഥമ അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിൽ നേതൃത്വം നൽകിയ അധ്യാപകർ എന്നിവരെ ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ അനുമോദനങ്ങൾ നേരുകയാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞ് വൈകിട്ട് 4 മണി മുതൽ പരീക്ഷാ ഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. ഇക്കൊല്ലം വിദ്യാർത്ഥികളുടെ സൗകര്യം മാനിച്ച് SSLC പരീക്ഷാഫലം ഡിജി ലോക്കറിലും ലഭ്യമായിട്ടുണ്ട്. SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,020. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,24,583. വിജയശതമാനം 99.5. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 99.69. കുറവ് 0.19%. എല്ലാ വിഷയങ്ങൾക്ക് A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 61,449. കഴിഞ്ഞ വർഷത്തെ എണ്ണം 71,831. 10,382 വ്യത്യാസം കാണാം. SSLC പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 68. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 46. വിജയശതമാനം 67.65. SSLC പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 6. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4. വിജയശതമാനം 66.67. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ 99.87%. വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം 98.59%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ലകൾ പാല, മാവേലിക്കര 100%. വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ 98.28%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം 4,115 വിദ്യാർത്ഥികൾ. 4,115 4115
വിദ്യാർത്ഥികൾ 681. ഉന്നത വിദ്യാഭ്യാസത്തിൽ യോഗ്യത നേടിയവർ 600. മലപ്പുറം 2017 കുട്ടികൾ. വിജയിച്ച കുട്ടികളുടെ എണ്ണം രണ്ടാം ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്, മൂന്നാം ക്ലാസ്സിൽ 15 കുട്ടികളുണ്ട്, നാലാം ക്ലാസ്സിൽ 34 കുട്ടികളുണ്ട്, അഞ്ചാം ക്ലാസ്സിൽ 24 കുട്ടികളുണ്ട്, ആറാം ക്ലാസ്സിൽ 21 കുട്ടികളുണ്ട്, ഏഴാം ക്ലാസ്സിൽ 19 കുട്ടികളുണ്ട്, എട്ടാം ക്ലാസ്സിൽ 21 കുട്ടികളുണ്ട്, ഒമ്പതാം ക്ലാസ്സിൽ ഇപ്പോൾ 19 കുട്ടികളുണ്ട്, 10ാം ക്ലാസ്സിൽ ഒരു കുട്ടി. ഇതെങ്ങനെയാണ് മനസ്സിലാകുന്നില്ല. എന്തായാലും അത് പരിശോധിക്കുന്നുണ്ട്. ഫോർട്ട് സ്കൂളിലാണെങ്കിൽ അഞ്ചാം ക്ലാസ് ഞാനിപ്പോൾ ഇതിനെ രണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവസാനം ഞാൻ പറയാം. THSLC പരീക്ഷ മാർച്ച് 2025. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 48. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 3055. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 3039. വിജയശതമാനം 99.48%. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 400. വിജയശതമാനം 99.51. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 30.
SLC പരീക്ഷ മാർച്ച് 2025. സ്കൂളിന്റെ പേര് കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ, വള്ളത്തോൾ നഗർ, ചെറുകുടി. കുട്ടികളെ പരീക്ഷയ്ക്ക് 100% വിജയം നേടിയ സ്കൂളുകൾ: സർക്കാർ സ്കൂളുകൾ GB HSS തിരൂർ 728 കുട്ടികൾ. എയ്ഡഡ് സ്കൂള് AKN HSS കോട്ടൂർ 1455 കുട്ടികൾ. അൺഎയ്ഡഡ് സ്കൂള് നോക്കുമ്പോൾ സെന്റ് ജോസഫ് മോഡൽ HSS കുരിയച്ചിറ 242 കുട്ടികൾ.